നമസ്കാരം കൂട്ടുകാരെ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓഫീസിലേക്ക് വേക്കൻസികൾ വിളിച്ചിരിക്കുകയാണ്. കേരളമടക്കം ഇന്ത്യയിൽ പല സ്ഥലത്തുമായിട്ട് വേക്കൻസി വിളിച്ചിരിക്കുന്നുണ്ട്. ഇത് വന്നിരിക്കുന്നത് സ്പോർട്സ് കോട്ടയിലാണ്. ഓക്കെ, അണ്ടർ സ്പോർട്സ് കോട്ടയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസിയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂട്ടുകാരിൽ ഒരുപാട് പേര് കളിക്കുന്നവരായിരിക്കാം. എന്തൊക്കെ സ്പോർട്സ് കോട്ടയാണെന്ന് പറയുന്നുണ്ട് അവർ തന്നെ. 2023-24 വർഷത്തിന് വേണ്ടിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഗെയിംസ്, സ്പോർട്സ് ഓഫ് ക്രിക്കറ്റ്, മെൻ, ഫുട്ബോൾ മെൻ, ഹോക്കി മെൻ, ബാഡ്മിന്റൺ മെൻ ആൻഡ് വിമൻ ആൻഡ് ടേബിൾ ടെന്നീസ് മെൻ ആൻഡ് വിമൻ എന്നീ ഇതിലാണ് വിളിച്ചിരിക്കുന്നത്. എന്നീ സെക്ഷനിലാണ് വിളിച്ചിരിക്കുന്നത് അവര്. നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസി ആണെന്ന്. ഓക്കെ, ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റ്, ഓഡിറ്റർ ഓർ അക്കൗണ്ടന്റ് എന്ന ഇതിലേക്ക് 98 വേക്കൻസിയും, ക്ലർക്ക്, DEO ഗ്രേഡ് എ എന്നീ വേക്കൻസിക്ക് 112 വേക്കൻസിയും, ടോട്ടൽ 210 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, 210 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ക്രിക്കറ്റിൽ 22 ഓഡിറ്റർ, 22 അക്കൗണ്ടന്റ് പോസ്റ്റുകളുണ്ട്. ബാഡ്മിന്റൺ 17 ഓഡിറ്റർ, 20 ക്ലർക്ക്. അക്കൗണ്ടന്റ് പോസ്റ്റ് ക്ലർക്ക് ആൻഡ് DEO ഗ്രേഡിൽ 20, ഓഡിറ്റർ 24, അക്കൗണ്ടന്റ് ഫുട്ബോളിൽ 24 ഓഡിറ്റർ, അക്കൗണ്ടന്റ് പോസ്റ്റ് 32 എന്നിങ്ങനെയാണ് ഉള്ളത് വേക്കൻസി. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18-നും 27-നും ഉള്ളിലുള്ളവരായിരിക്കണം. ഏജ് റിലാക്സേഷൻ 5 വർഷം SC/ST, 8 വർഷം OBCക്ക്. CAG റിക്രൂട്ട്മെന്റ് സാലറി വരുന്നത് സ്കെയിൽ 5 ആണ്. ഓഡിറ്ററിന് വരുന്നത് 5200 to 20,200 വിത്ത് ഗ്രേഡ് പേ ഓഫ് 2800. ക്ലർക്ക് ആവുമ്പോൾ ഗ്രേഡ് പേ 1900 മാറും, ലെവൽ 2 ആവും. DEO ആവുമ്പോൾ ലെവൽ 4 എന്ന് വെച്ചാൽ. നമ്മുടെ കേരളത്തിൽ അടക്കം വേക്കൻസി ഉണ്ട് അതിന്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്, സെലക്ഷൻ പ്രോസസ് ആർ ബി ക്യാരിഡ് ഔട്ട് ബൈ concerned nodal office with the help of a selection committee constituted for the purpose. Final selection will be done on the basis of field trial marks and marks awarded for sport quota certificate. Okay, fitness trials ഉണ്ടാവും, award of marks for certificates and skill test എന്നിങ്ങനെയാണ് ഇതിന്റെ എക്സാം എന്ന്. അവസാന തീയതി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 28/1/2024. എല്ലാ കൂട്ടുകാരും ഇത് നമുക്ക് പറയാനുള്ളത്, ഇത് മലയാളത്തിലായതുകൊണ്ട് തന്നെ ഇതിൽ കേരളത്തിൽ, അതായത് ഞാൻ മലയാളത്തിൽ പറയുന്നു എന്തുകൊണ്ട് കാരണം ഒന്ന്, നമ്മുടെ കേരളത്തിൽ ഇതിന് വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരത്ത് 2 വേക്കൻസി പറയുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് 2 വേക്കൻസി ഉണ്ട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും വേക്കൻസി ഉണ്ട്. അതായത് നമുക്ക് അക്കൗണ്ടന്റ് ജനറൽ പോസ്റ്റിൽ തിരുവനന്തപുരത്ത് 2 വേക്കൻസി കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് 3 വേക്കൻസി ഉണ്ട് അക്കൗണ്ടന്റ് ജനറൽ, ആൻഡ് ചെന്നൈയിൽ 4 വേക്കൻസിയും. പിന്നെ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റിൽ വരുമ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് 2 വേക്കൻസിയും ചെന്നൈയിൽ 1 വേക്കൻസി. അത് റിസർവേഷനാണ്, അത് നമ്പർ ഓഫ് ഓഡിറ്റർ അക്കൗണ്ടിൽ തന്നെ വരുന്നു. പിന്നെ അക്കൗണ്ട് ജനറൽ ഓഡിറ്റ് 1 തിരുവനന്തപുരത്ത്, വീണ്ടും നമുക്ക് അവിടെ തിരുവനന്തപുരത്ത് 2 വേക്കൻസി കാണാം. മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയുടെ അണ്ടറിൽ വരുന്നതിൽ തിരുവനന്തപുരത്ത് 4, ഹൈദരാബാദ് 3, ചെന്നൈ 3 എന്നിങ്ങനെ വേക്കൻസി ഉണ്ട്. സോ ഒരുപാട് വേക്കൻസി ഉണ്ട്. ഞാൻ ഇതിൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് കയറി നോക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വാല്യുബിൾ ഇൻപുട്സ് കമൻസ് ആയിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മോഡിഫൈ ചെയ്യാനും, അതായത് എങ്ങനെ അടുത്ത ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു.